Good morning, dear students, and today's session is about the Vijayanagara Empire. 1336 മുതൽ 1646 വരെ തെക്കേ ഇന്ത്യ അടക്കി വാണിരുന്ന വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഭാഗത്ത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ സാമ്രാജ്യത്തിലെ മഹാനായ ഭരണാധികാരി കൃഷ്ണദേവരായരുടെ സംഭാവനയെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. So the first is the foundation of the empire. So the Vijayanagara Empire was founded by the brothers Harihara and Bukka in 1336 AD on the southern bank of Tungabhadra river in Karnataka. So they made Hampi as the capital city. സഹോദരങ്ങളായിട്ടുള്ള ഹരിഹരനും ബുക്കനും ചേർന്നുകൊണ്ട് 1336 വിജയനഗര സാമ്രാജ്യം രൂപീകരിക്കുന്നത്. ഇന്നത്തെ കർണാടകയിലെ തുംഗഭദ്ര നദിയുടെ തീരത്താണ് ചരിത്രപ്രസിദ്ധമായ ഈയൊരു വിജയനഗര സാമ്രാജ്യത്തിന് തറക്കല്ലിടുകയും ചെയ്യുന്നത്. തങ്ങളുടെ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായി അവർ ഹംപിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. So the brothers Harihara and Bukka were the feudatories of the Kagadiyas of Warangal. After the fall of Kagadiyas, they joined in the service of Kambili, and when Muhammad bin Tughlaq conquered Kambili, he imprisoned these two brothers, Harihara and Bukka, and took them to Delhi and forced them to embrace Islam. So it is said that they were sent back to Kambili to suppress the rebellion of the people. But they failed in this attempt because of the resistance of the people of Kambili, who were actually inspired of a spirit of independence. Saint Vidyaranya or the Vidyaranga encouraged them to accept Hinduism. So Harihara and Bukka, they readmitted to Hinduism with the help of their guru Vidyaranya or Vidyaranga. And finally, they established their capital at Vijayanagara, and the date of Harihara's coronation is placed at 1336. So this a very small state grew up as the mighty kingdom of Vijayanagara afterwards. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകരായിട്ടുള്ള ഹരിഹരനും ബുക്കനും ആദ്യ കാലഘട്ടത്തിൽ വാറങ്കൽ കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയിരുന്ന കാകാദിയ രാജവംശത്തിന് കീഴിൽ സേവനമനുഷ്ഠിക്കുകയായിരുന്നു. പിന്നീട് കാകാദിയ രാജവംശം തകർന്നതിനെ തുടർന്ന് കമ്പിളി സാമ്രാജ്യത്തിൻ്റെ കീഴിൽ അവർ സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ നേതൃത്വത്തിലുള്ള ഡൽഹി സുൽത്താനേറ്റ് സേന കമ്പിളി കീഴടക്കിയതിനെ തുടർന്ന് ഈ രണ്ട് സഹോദരന്മാരും ഡൽഹിയിലേക്ക് അവരെ കൊണ്ടുപോവുകയും ഇസ്ലാം മതം സ്വീകരിപ്പിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് തങ്ങളുടെ ഗുരുവായിട്ടുള്ള സന്യാസി കൂടിയായ വിദ്യാരണ്യ അല്ലെങ്കിൽ വിദ്യാരംഗയുടെ സഹായത്തോടു കൂടി അവർ ഹിന്ദു മതത്തിലേക്ക് പുനർപരിവർത്തനം ചെയ്യുകയും ചെയ്തു. ഹരിഹരനും ബുക്കനും പിന്നീട് 1336 തുംഗഭദ്ര നദിയുടെ തീരത്ത് തങ്ങളുടെ വിജയനഗര സാമ്രാജ്യത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. 1336 ഹംപി കേന്ദ്രീകരിച്ചുകൊണ്ട് ഹരിഹരൻ തൻ്റെ പുതിയ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിട്ട് മാറുകയും ചെയ്യുന്നു. ഈ ഒരു ചെറിയ സാമ്രാജ്യമാണ് പിന്നീട് തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശക്തിയായിട്ട് മാറുകയും ചെയ്യുന്നത്. സോ ദ വിജയനഗര എംപയർ വാസ് റൂൾഡ് ബൈ ദ 4 ഇമ്പോർട്ടൻറ്റ് ഡൈനാസ്റ്റീസ്. പ്രധാനമായും 4 രാജവംശങ്ങളാണ് വിജയനഗര സാമ്രാജ്യത്തിൽ ഭരണം നടത്തിയിട്ടുള്ളത്. അവർ സംഗമ, സലുവ, തുളുവ, അരാവിഡു എന്നീ 4 രാജവംശങ്ങളാണ്. So Harihara's brother Bukka, he succeeded his brother in 1350 and ruled till 1377. The real rival of Vijayanagara was the Bahmani Sultanate of Deccan, and in the south, their main enemy was Sultanate of Madurai. By 1377, the Madurai Sultanate had wiped out. So the fragmented state of Vijayanagara Empire was united under Bukka's son Harihara II, ruled from 1377 to 1404. ബുക്കിന് ശേഷം
ഹരിഹരന് ശേഷം തൻ്റെ സഹോദരനായിട്ടുള്ള ബുക്കൻ 1350 മുതൽ 1377 വരെ ഭരണം നടത്തുകയും ചെയ്തു. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്നത് ഭാമിനി രാജവംശമായിരുന്നു, അല്ലെങ്കിൽ ഭാമിനി സുൽത്താനേറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ തെക്കേ ഇന്ത്യയിൽ അവരുടെ ഏറ്റവും പ്രധാന ശത്രു എന്ന് പറയുന്നത് മധുരൈ സുൽത്താൻമാരായിരുന്നു. 1377 കൂടി പൂർണ്ണമായിട്ടും മധുരൈ സുൽത്താനേറ്റിനെ പൂർണ്ണമായിട്ടും തെക്കേ ഇന്ത്യയിൽ നിന്നും എടുത്തു കളയാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്തു. ഈ ഒരു വിജയനഗര സാമ്രാജ്യത്തിൽ പിന്നീട് ഏകീകരിപ്പിക്കുകയും ചെയ്യുന്നത് ബുക്കൻ്റെ മകനായിട്ടുള്ള ഹരിഹരൻ രണ്ടാമനാണ്. അദ്ദേഹം 1377 മുതൽ 1404 വരെ ഭരണം നടത്തുകയും ചെയ്തു. So Devaraya II was the greatest ruler of Sanghama dynasty, who ruled from 1425 to 1446. So he adopted a military system of the Delhi Sultanate. Italian traveler Niccolo Conti and the Persian traveler Abdurrazzaq, they visited the empire of Vijayanagara during the period of Devaraya II. സംഗമ രാജവംശത്തിലെ വളരെ പ്രധാനപ്പെട്ട ഭരണാധികാരി ദേവരായൻ രണ്ടാമനാണ്. അദ്ദേഹം ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഒരു സൈനിക സമ്പ്രദായത്തെ പിന്തുടരുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇറ്റാലിയൻ സഞ്ചാരിയായ നിക്കോളോ കോണ്ടിയും അതോടൊപ്പം തന്നെ പേർഷ്യൻ സഞ്ചാരിയായിട്ടുള്ള അബ്ദുറസാഖും വിജയനഗര സാമ്രാജ്യം സന്ദർശിക്കുകയും ചെയ്യുന്നത്. വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും മഹാനായ ഭരണാധികാരി എന്ന് പറയുന്നത് കൃഷ്ണദേവരായരാണ്. അദ്ദേഹം 1509 മുതൽക്ക് 1529 വരെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലവനായി മാറുകയും ചെയ്തു. അദ്ദേഹം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. So Krishnadevaraya is considered as the greatest and the most famous king of Vijayanagara Empire. He belongs to the Tuluva dynasty, or the third important dynasty of Vijayanagara Empire. He was also the greatest soldier and the general, and wages a number of wars in which he was always successful. The empire reached its zenith of power and prosperity during his reign. വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും മഹാനായ ഭരണാധികാരി കൃഷ്ണദേവരായർ, അദ്ദേഹം തുളുവ രാജവംശത്തിന് പ്രതിദാനം ചെയ്യുന്ന ആളായിരുന്നു. അദ്ദേഹം മഹാനായ ഒരു സൈനികനായിരുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് യുദ്ധങ്ങളിൽ അദ്ദേഹത്തിന് തൻ്റെ സൈന്യത്തെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു യുദ്ധങ്ങളിലൊക്കെ തന്നെയും അദ്ദേഹം പൂർണ്ണമായിട്ടും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. വിജയനഗര സാമ്രാജ്യം അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലെത്തുന്നത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. So by that time, the Bahmani kingdom was divided into 5 independent kingdoms. Yet all these 5 states were determined enemies of the Vijayanagara Empire. He captured Warangal, forts of Udayagiri and Kontavidu from Orissa. Golconda and Bijapur also attacked Vijayanagara in turn. Both were defeated. By ruling the 3 most powerful territories of southern India, that is Karnataka, Tamil Nadu and Andhra Pradesh, he was known by different titles, such as Kannada Rajya Ramaramana, Andhra Bhoja, Moru Rayaraghanda, etc. ഭാമിനി രാജവംശം ആ ഒരു കാലഘട്ടത്തിൽ വളരെ ശക്തിയായിട്ട് മാറുകയും പിന്നീട് ഭാമിനി സുൽത്താൻമാർ തകരുന്ന സമയത്ത് അവർ 5 രാജവംശങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നു. ഈ 5 രാജവംശങ്ങളും വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ശത്രുക്കളായിരുന്നു. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരി കൃഷ്ണദേവരായർ പിന്നീട് വാറങ്കലും അതുപോലെ തന്നെ ഉദയഗിരി കോട്ടയും കൊണ്ടാവീടു കോട്ടയും ഒക്കെ ഒറീസയിൽ നിന്നും പിടിച്ചടക്കുകയും ചെയ്യുന്നു. ഗോൽക്കണ്ടയും അതുപോലെ തന്നെ ബീജാപൂരുമൊക്കെ അദ്ദേഹം പിന്നീട് കീഴടക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഇന്നത്തെ കർണാടകയിലും തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും തൻ്റെ സ്വാധീനം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഓരോ നാട്ടിലും വ്യത്യസ്ത നാമങ്ങളിലാണ് അറിയപ്പെടുകയും ചെയ്യുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട നാമങ്ങളാണ് കന്നഡ രാജ്യ രാമരമണ, ആന്ധ്രഭോജ, മൂരു രായരഖണ്ഡ തുടങ്ങിയ വ്യത്യസ്ത നാമങ്ങളിൽ അദ്ദേഹം അറിയപ്പെടുകയും ചെയ്തു. So he was a capable administrator and patron of art and literature and known as Abhinava Bhoja. He wrote the Telugu work Amukta Malyada and the Sanskrit play Jambavati Kalyana. He had 8 great scholars called Ashtadiggajas in his court. They included Allasani Pethanna and Nandi Timmanna. So he asked the Kannada poet Timmanna to complete the Kannada Mahabharata started by Kumara Vyasa. മികച്ചൊരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം കൃഷ്ണദേവരായർ. അതോടൊപ്പം തന്നെ കലയെയും സാഹിത്യത്തെയും ഒക്കെ അദ്ദേഹം
അതിൻ്റെയൊക്കെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അഭിനവ ഭോജ എന്ന പേരിലാണ് അറിയപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അദ്ദേഹം തെലുഗു ഭാഷയിൽ രചിച്ച ഗ്രന്ഥമാണ് അമുക്ത മല്യാദ. അതോടൊപ്പം തന്നെ സംസ്കൃത ഭാഷയിൽ രചിച്ച നാടകമാണ് ജാംബവതി കല്യാണം. അദ്ദേഹത്തിന് തൻ്റെ കൊട്ടാരത്തിൽ 8 പ്രധാന പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്നു. ഇവർ അഷ്ടദിഗ്ഗജന്മാർ എന്ന പേരിലാണ് അറിയപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട 2 പേരാണ് അല്ലശനി പെദ്ദണ്ണ, അതോടൊപ്പം തന്നെ നന്ദി തിമ്മണ്ണ എന്നിവർ. ഇതിൽ തിമ്മണ്ണയാണ് തിമ്മണ്ണയുടെ നേതൃത്വത്തിലാണ് കന്നഡ ഭാഷയിലുള്ള മഹാഭാരതം പൂർത്തീകരിക്കുകയും ചെയ്യുന്നത്. So Krishnadeva founded the city of Nagalapuram, built up many gopurams and mandapam and beautified the capital city of Vijayanagara. Telugu literature made tremendous progress during his reign. Vijayanagara Empire reached its zenith in peace, order, power, prosperity and learning during this period. കൃഷ്ണദേവരായരാണ് നാഗലപുരം അല്ലെങ്കിൽ നഗല്ലപൂർ എന്ന് പറയുന്ന നഗരം സ്ഥാപിക്കുന്നത്. അതോടൊപ്പം തന്നെ നിരവധി ഗോപുരങ്ങളും മണ്ഡപങ്ങളും എല്ലാം അദ്ദേഹത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ അദ്ദേഹം സ്ഥാപിക്കുകയും ചെയ്തു. തെലുഗു സാഹിത്യം ഈ ഒരു കാലഘട്ടത്തിൽ പുരോഗതി ആർജിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ വിജയനഗര എംപയർ അതിൻ്റെ സമാധാനത്തിലും അതുപോലെ തന്നെ ക്രമസമാധാനത്തിലും ശക്തിയിലും അതിൻ്റെ വളർച്ചയിലുമൊക്കെ എല്ലാ തരത്തിലും നേട്ടങ്ങളുണ്ടാക്കുന്നത് ഈ ഒരു കൃഷ്ണദേവരായരുടെ കാലഘട്ടത്തിലാണ്. Krishnadeva as the ruler, he toured to remote areas of the empire and heard the grievances of the people. He provided the irrigation facilities by building reservoirs and canals across the kingdom. He set up an excellent administrative system. The empire was divided into mandalas and nadus. So for the purpose of assessment and fixation of revenue, Krishnadeva had the whole of his empire surveyed. Land revenue was fixed based on the yield, normally 1/3 of the produce. കൃഷ്ണദേവരായൻ ഒരു ഭരണാധികാരി എന്ന നിലയിൽ രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും സഞ്ചരിക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ വളരെ മികച്ചൊരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ സേവനത്തിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജലസേചന സൗകര്യങ്ങളും മറ്റ് എല്ലാ തരത്തിലുള്ള സഹായങ്ങളും അദ്ദേഹം ചെയ്യുകയും ചെയ്തിരുന്നു. അദ്ദേഹം തൻ്റെ സാമ്രാജ്യത്തെ നിരവധി മണ്ഡലങ്ങളെ നാടുകളുമായിട്ട് തരംതിരിക്കുകയും ചെയ്തിരുന്നു. നികുതി കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ സാമ്രാജ്യം മുഴുവനായിട്ട് അദ്ദേഹം സർവേ ചെയ്യുകയും ഇത്തരത്തിൽ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മൊത്തം ഒരു വർഷത്തെ ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂനികുതി അദ്ദേഹം പിരിക്കുകയും ചെയ്തിരുന്നു. പ്രധാനമായിട്ടും മൊത്തം ഉൽപ്പാദനത്തിൻ്റെ 1/3 എന്നുള്ള രീതിയിലായിരുന്നു നികുതി പിരിക്കുകയും ചെയ്തിട്ടുള്ളത്. He helped the Portuguese to conquer Goa from the Bijapur rulers in 1510 and he maintained a friendly relation with them. So this relationship also helped him obtain high-bred Arabian horses and expansion of the overseas trade over the empire. കൃഷ്ണദേവരായർ പോർച്ചുഗീസുകാരെ ബീജാപൂർ സുൽത്താൻമാരിൽ നിന്നും ഗോവ പിടിച്ചെടുക്കുന്നതിൽ സഹായിക്കുകയും ചെയ്തിരുന്നു. 1510 ഇദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ട് പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുക്കുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ പോർച്ചുഗീസുകാരുമായിട്ട് ഒരു സൗഹൃദ ബന്ധം അദ്ദേഹത്തിന് സ്ഥാപിക്കാൻ സാധിച്ചിരുന്നു. ഈ ഒരു ബന്ധത്തിലൂടെ വളരെ മികച്ച അറേബ്യൻ കുതിരകളെ അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ തൻ്റെ സാമ്രാജ്യത്തിൽ വ്യാപാര കുത്തക അദ്ദേഹത്തിന് തൻ്റെ സാമ്രാജ്യത്തിൻ്റെ വ്യാപാര കുത്തക വളർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുരോഗതി ആർജിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിരുന്നു. And it was during this period Hampi rose to be the prominent metropolis. So he built 2 new suburbs, Nagalapura or the Nagalapuram and Tirumala Deviyarapattanam, in honor of his mother and his queen respectively. He also constructed temples like the Krishnaswamy and Vittalaswamy temples. So before his death, he nominated his brother Achyutaraya to be his successor. So the rule of Krishnadevaraya was a glorious chapter in the history of Vijayanagara Empire. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഹംപി വളരെ പ്രശസ്തമായ ഒരു നഗരമായിട്ട് മാറുകയും ചെയ്യുന്നത്. ഇന്ന്
യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒരു നഗരം കൂടിയാണ് ഹംപി എന്ന് പറയുന്നത്. നിരവധി സഞ്ചാരികളാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ഇന്ന് ഹംപിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നത്. പ്രധാനമായിട്ടും 2 നഗരങ്ങളാണ് ഹംപിയുടെ ചുറ്റായിട്ട് അദ്ദേഹം സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒന്ന് മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നാഗലപുരം, മറ്റൊന്ന് തിരുമല ദേവിയറ പട്ടണം. ഈ നാഗലപുര എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ തൻ്റെ ഭാര്യയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് തിരുമല ദേവിയറ പട്ടണം അദ്ദേഹം സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളത്. നിരവധി ക്ഷേത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ രൂപീകരിക്കപ്പെട്ടു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കൃഷ്ണസ്വാമി ക്ഷേത്രവും അതുപോലെ തന്നെ വിത്തലസ്വാമി ക്ഷേത്രവും. അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുൻപ് തന്നെ തൻ്റെ സഹോദരനായിട്ടുള്ള അച്യുതരായനെ അദ്ദേഹം തൻ്റെ പിൻഗാമിയായിട്ട് നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ കൃഷ്ണദേവരായർ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പുരോഗതിയിൽ വളരെയധികം സ്വാധീനം അദ്ദേഹം ചെലുത്തിയിട്ടുണ്ട്. ജനസേവനത്തിനായാലും അതോടൊപ്പം തന്നെ മികച്ച ഭരണ സംവിധാനത്തിനായാലും സൈനിക ഭരണത്തിനായാലും ജനസേവനത്തിനായാലും ഒക്കെ തന്നെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്തിട്ടുണ്ട്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഒരു സുവർണ കാലഘട്ടമായിട്ട് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. താങ്ക് യു.